ഹായ് വിവേഴ്സ്, വെൽക്ം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ക്രഷിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. രാശി നോക്കുകയാണെങ്കിൽ മീനരാശി, കന്യരാശി, തുലാം രാശി, മേടരാശി, വൃശ്ചികം രാശി, ഇത്രയും രാശികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പേഴ്സ് നോക്കാം. നമ്പർ 9, 4, 16, 26, 20 ഈ നമ്പറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത്, ആ വ്യക്തി ഒട്ടും തന്നെ ഹീൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഭയങ്കര ബ്ലോക്കേജസ് ഉണ്ട് അവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. കാരണം ആ ഒരു പൊസിഷനിൽ ഇവർ എത്താൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല ഇപ്പോൾ. കാരണം ഇവർക്ക് ഒത്തിരി ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണ്. പക്ഷേ ആ ഒരു പൊസിഷനിൽ എത്താൻ ഇവർക്ക് ഇനിയും കുറച്ചും കൂടെ കടമ്പകൾ കടക്കണം. കാരണം ഇവർ മെൻ്റലി ഒത്തിരി ഡിസ്റ്റർബായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എൻ്റെ പേഴ്സൺ എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ മാരേജ് ചെയ്യണം, ഞാൻ ആഗ്രഹിക്കും പോലെ എന്നെ സ്നേഹിക്കണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറ്റിയ അവസ്ഥയിലല്ല അവർ. ഇവിടെ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബും വളരെയധികം വിഷമത്തിലുമാണ്. പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണും. എന്തോ ഒരു കാര്യം പാസ്റ്റിൽ അതായത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവരുടെ ലൈഫിൽ എന്തോ സംഭവിച്ചു. അത് കാരണം ഇവർ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇവരുടെ പേഴ്സണൽ ലൈഫിലോ ലവ് ലൈഫിലോ ആയിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത്. ഈ പ്രശ്നം കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ഹീലായി വരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ഇവരെ കൊണ്ട് മാനസികമായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ടൈം നിങ്ങൾ അവരോട് പറയുകയാണ്, എന്നെ മാരേജ് ചെയ്യൂ, എനിക്ക് സ്നേഹം തരൂ, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ലൈഫ് എനിക്ക് തരൂ എന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പോൾ ഇവർക്ക് അതിനുള്ള ഒരു അവസ്ഥയിലല്ല ഇവർക്കിപ്പോൾ ലവിൽ തന്നെ ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായി പോയിരിക്കുകയാണ്. ചില ആൾക്കാരുടെ പേഴ്സണ് ചിലപ്പോൾ ആരെങ്കിലും ഇവരെ ചതിച്ചിട്ടുണ്ടാവും, പാസ്റ്റിൽ ആരെങ്കിലും ഇവരെ ചതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്, പൊസസീവാണ്, ഭയങ്കരമായിട്ട് ഒരു കെയറിങ് എല്ലാം ഉണ്ട്. പക്ഷേ വെറും ഒരു അട്രാക്ഷൻ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലവൊക്കെ ഉണ്ട് നിങ്ങളോട് ഇവർക്ക്. ഇവിടെ നിങ്ങളോട് അട്രാക്ഷനും ലവും ഉണ്ട്. പക്ഷേ ഇവരിപ്പോൾ മാരേജിന് റെഡിയല്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത്. ഇവിടെ സ്വയം അവർ ഒട്ടും തന്നെ ഹീൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഹീലിംഗ് തരും അവർ? അതുകൊണ്ടാണ് അവർ ഓൺ ഓഫ് സിറ്റുവേഷനിലാകുന്നത്. അതായത് ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളോട് സംസാരിക്കും, ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു എനർജി ഇല്ലെങ്കിൽ പെട്ടെന്ന് ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക, ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളോട് വഴക്കുണ്ടാക്കുക, ബ്ലോക്ക് സിറ്റുവേഷനിലാക്കുക നിങ്ങളെ. അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു സ്പേസ് അവർക്ക് കൊടുക്കുക. കാരണം അവർ മെൻ്റലി ഇപ്പോൾ റെഡിയല്ല. ഇവർ വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് റെഡിയാവാതെ വരുന്നത് സ്നേഹം തരുവാനായിട്ട്. ചിലപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും, ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ. ഈ ഒരു ടൈം ഇവർ പാസ്റ്റിൽ കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാസ്റ്റിൽ ഇവർക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തി, ഞാൻ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ്. ഇല്ല എങ്കിൽ ഫാമിലിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു, എന്തൊക്കെ കൊടുത്തു, എന്നിട്ട് ഫാമിലി എനിക്ക് പെയിൻ മാത്രമാണല്ലോ തരുന്നത്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഈ സമയം നിങ്ങളുടെ ക്രഷ് വളരെ മെൻ്റലി ഇമോഷണലി ഡിസ്റ്റർബായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഇവർ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ ഇവരും ആഗ്രഹിക്കുന്നുണ്ട് അവരിൽ നിന്ന് സ്നേഹവും കെയറും ലവും എല്ലാം. പക്ഷേ സമയമാകുമ്പോൾ എല്ലാവരും ഇവരെ ഒറ്റയ്ക്കാക്കി പോയി. ആരും ഇവരെ മദർലി കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ ഉണ്ടായില്ല. അതാലോചിച്ചാണ് ഇവർ വിഷമിക്കുന്നത്. അതായത് ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ചിന്തയുമില്ല. എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഇവരെ സ്നേഹിക്കാൻ ആരുമില്ല, ഇവരെ കെയർ ചെയ്യാൻ ആരുമില്ല. ഇവരും ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹവും കെയറും എല്ലാം. വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആകും. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മാത്രമാണ് ഇവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. വേറെ ആരും ഇവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് ഇവർ വരികയും നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും നിങ്ങൾ തമ്മിൽ നല്ല അടുത്ത് ഇടപഴകുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു 15 ദിവസത്തിനുള്ളിൽ. ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് ഇവർ ആഗ്രഹിച്ച ആ ഒരു സ്നേഹവും കെയറും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. നിങ്ങൾ തമ്മിൽ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
നിങ്ങൾ ഒത്തിരി കെയറും നേച്ചറിങ്ങും മദർലി നേച്ചറിങ്ങും എല്ലാം ഇവർക്ക് കൊടുക്കുന്ന കാരണം വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ ഇവർ ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഈ ഒരു വ്യക്തി സ്നേഹത്തിൽ നിന്ന് ഓടി മറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പാസ്റ്റിൻ്റെ ആ ചിന്തകളാണ് ഇവർക്കുള്ളത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓർക്കുകയും നിങ്ങൾ മാത്രമാണ് ഇവരെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആറ്റിറ്റ്യൂഡ് കാണിക്കും. നിങ്ങൾ അങ്ങോട്ട് കൂടുതലായിട്ട് സ്നേഹം കാണിക്കുമ്പോൾ ഇവർ നിങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കും. ഈ പെട്ടെന്ന് സ്നേഹവും ദേഷ്യവും എല്ലാം വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. അപ്പോൾ ഇവരുടെ ആ ഒരു ഉള്ളിലെ വിഷമമാണ് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന 12 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ടാകും. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയാലും ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്താലും ബ്ലോക്ക് സിറ്റുവേഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല. വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു രണ്ട് വ്യക്തികളായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ആരോ നല്ല രീതിയിലുള്ള ഒരു ട്രിഗറാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഒരു ചതി ഇവർക്ക് കിട്ടുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ പോകണമെന്നാണ് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന 3 മാസത്തിനകം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്രഷിൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന്. അപ്പോൾ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.